അഭിലാഷ് മോഹൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് വലിയ ചുടുകാട്ടിൽ നിന്ന്. അഭിലാഷ്, അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായും. ആയിരക്കണക്കിന് കണ്ടങ്ങളിൽ വീണ്ടും ആ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ്. VS വിട പറയുകയാണ്. അഭിലാഷ്, ഔദ്യോഗികമായ എല്ലാ അന്തിമോപചാരവും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അവസാനിക്കാത്ത മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ് വലിയ ചുടുകാടിന്റെ അന്തരീക്ഷത്തിൽ. VS അവസാനത്തെ വിട പറയലിനൊരുങ്ങുകയാണ്. ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ഇല്ല, VS മരിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആലപ്പുഴയാകെ കേൾക്കുന്ന വിധത്തിൽ കണ്ണേ കരളേ VS എന്ന മുദ്രാവാക്യം ഉയരുന്നു. എല്ലാ ഔദ്യോഗിക ചടങ്ങുകളും അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഈ ചിതയിലെ വെളിച്ചമാണ് കേരളത്തെ നയിക്കേണ്ടത്. ഇനി ഈ ചിതയിലെ വെളിച്ചമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നയിക്കേണ്ടത്. VS അച്യുതാനന്ദൻ എന്ന അധ്യായം, VS അച്യുതാനന്ദൻ എന്ന മഹനീയമായ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അതേസമയം അദ്ദേഹം കൊളുത്തിയ ഓർമ്മകൾ, അദ്ദേഹം നൽകിയിട്ടുള്ള പ്രത്യയശാസ്ത്ര ദാർഢ്യത, അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, കേരള സമൂഹത്തെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള വഴികാട്ടിയാകും. VS അച്യുതാനന്ദൻ എന്ന മഹാമേരു, നമ്മുടെ കാലത്തെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയക്കാരൻ, നേതാവ് വിടവാങ്ങുകയാണ്. വലിയ ചുടുകാട്ടിൽ ഇപ്പോൾ അവസാന കർമ്മങ്ങൾ നടക്കുകയാണ്. ഇതാ ഈ നാട്, വലിയ ചുടുകാട് VSനെ ഏറ്റുവാങ്ങുകയാണ്. 1946 ഇവിടെ ഈ തരത്തിൽ ദഹിപ്പിക്കപ്പെട്ട അനേക മനുഷ്യരിൽ ഒരാളാകുമായിരുന്നു. പക്ഷേ ഇതാ ചിതയിലേക്ക് വെളിച്ചം പകരാൻ ഒരുങ്ങുകയാണ്. VS അനശ്വരനാവുകയാണ്. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ അനശ്വരമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആയിരങ്ങളുടെ ഇടയിൽ നിന്ന് ആയിരങ്ങളെ സാക്ഷിയാക്കി VS അച്യുതാനന്ദൻ മടങ്ങുകയാണ്. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ അവസാന യാത്രയും പൂർത്തിയാക്കി ഇതാ ഈ വലിയ ചുടുകാട്ടിൽ അദ്ദേഹം മണ്ണിനോട് ചേരുകയാണ്. ചിതയൊരുങ്ങുകയാണ് VSന്. എത്ര ഓർമ്മകൾ ഓരോ മനസ്സിലും ഓരോ മനുഷ്യനിലും ഉണ്ടാകും. VS അച്യുതാനന്ദൻ കൂടി ചേർന്നു കെട്ടിപ്പടുത്ത ഈ പാർട്ടി, ഈ മഹാപ്രസ്ഥാനം വഴി നടത്തിയ മനുഷ്യർ എത്ര പേരാണ്. VS അച്യുതാനന്ദന് വലിയ ചുടുകാടിന് മണ്ണിൽ ആലപ്പുഴയുടെ ഹൃദയഭൂമിയിൽ ചിതയൊരുങ്ങുകയാണ്. ഇതൊരു വലിയ അധ്യായമാണ്, ഇതൊരു വലിയ ചരിത്രമാണ്. ആ ചരിത്രത്തിന് കാഴ്ചക്കാരാവുകയാണ് നമ്മൾ. VS ജീവിച്ച കാലത്ത് നമ്മളും ജീവിക്കുകയായിരുന്നു. ആ ചിതയിലേക്ക് തീ പടരാനുള്ള ചൂട്ട് നമ്മൾ കാണുകയാണ്. അവിടെ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് VSന്റെ ചിതയിൽ നിന്നുള്ള തെളിച്ചവും വെളിച്ചവും നമ്മൾ കയ്യേറ്റു വാങ്ങേണ്ടതുണ്ട്. അതൊരു പാർട്ടിയുടെയോ ഒരാശയത്തിൻ്റെയോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ മാത്രം വെളിച്ചമല്ല. നീതി എന്താണ്, അതിൽ അനീതി എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കാഴ്ച കൂടിയാണ് VS ഭരണാധികാരിയായിരുന്ന സമയത്തും അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം രണ്ടു നിലയെ എടുത്തിട്ടുള്ളൂ. നീതി എന്താണ്, ന്യായം എന്താണ്, നീതിയല്ലാത്തത് എന്താണ്, ന്യായമല്ലാത്തത് എന്താണ് എന്ന്. അങ്ങനെ മനുഷ്യനെ കാണാൻ പഠിപ്പിച്ച നേതാവാണ് ഓർമ്മയാവുന്നത്.